ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതല്ലേ, നമ്മുടെ അടുക്കളയിൽ ഒരു ക്യാബിനറ്റിൽ യൂസ് ചെയ്യാത്ത കുറച്ച് കുപ്പിയും പാട്ടയൊക്കെ പെറുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ചാൾ മുന്നേ എൻ്റെ കസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കുപ്പിയാണിതേ. അതങ്ങ് മറന്നിരിക്കുമായിരുന്നു. ഇന്നാണ് ഓർത്തത് ഇവൻ ഈ ക്യാബിനറ്റിനകത്ത് ഒളിച്ചിരിപ്പുണ്ടല്ലോ എന്ന്. എന്നാൽ പിന്നെ അവൻ ഞങ്ങൾ പൊടി എടുത്തിട്ട് പക്ഷേ ആകെ ഒന്ന് പഴകിയ കോലമായിരുന്നു. എന്നാലും സാരമില്ല, ഒന്നുകൂടെ തൂത്തു മിനുക്കി ഞാൻ എൻ്റെ പണിശാലയിലേക്ക് പോയേ. അവിടെ ചെന്നപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് പെയിൻ്റ് എല്ലാം തീർന്നു പോയെന്നേ. പിന്നെ ആകെ അവനെ അങ്ങോട്ട് ഞെക്കിപ്പിഴിഞ്ഞ് പിന്നെ നമ്മുടെ പോസ്റ്റർ പെയിൻറ്റും രണ്ടും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് അവയിൽ പരുവത്തിലാക്കിയിട്ട് ബ്രഷ് വെച്ച് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. പക്ഷെ ഒരു ഫിനിഷിങ് കിട്ടിയില്ലേ, എങ്ങും എത്താത്ത പോലെ ഒരു ഫീലിങ്. എന്നാൽ പിന്നെ ഒരു സ്പഞ്ച് എടുത്ത് അതിൽ മുക്കി സ്പഞ്ച് പെയിൻറ്റിങ് പോലെ ചെയ്താലോ ഫിൽ ചെയ്ത് കൊടുത്താലോ എന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്പഞ്ച് എടുത്ത് കുപ്പിക്കിട്ട് 2 കുത്തി നോക്കി. എന്നിട്ടും അങ്ങോട്ട് ഒക്കുന്നില്ലെന്നേ. ചില സമയത്തല്ലെങ്കിലും അങ്ങനെ എന്നാ ചെയ്താലും ഒക്കത്തില്ല. പിന്നെ നമ്മളതൊന്നും കാര്യമാക്കത്തില്ല, എന്തെങ്കിലും ഒരു വഴി വേറെ കാണും. അങ്ങനെ വിചാരിച്ച് സ്പഞ്ച് എടുത്ത് ദൂരെ കളഞ്ഞു. വീണ്ടും ഞാൻ എൻ്റെ ബ്രഷ് തന്നെ എടുത്ത് ബ്രഷ് വെച്ച് കുപ്പി ഫുള്ള് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മുടെ ബ്ലാക്ക് പെയിൻറ്റ് ഒരു ബേസ് കോട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് സമയം എടുത്തു, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഫിനിഷിങ് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബേസ് കോട്ട് കൊടുത്ത കുപ്പി. ഇനി ആലോചന ഇതിൽ എന്ത് കളർ പൂ കൊടുക്കാമെന്നാണേ. അപ്പോഴാണ് നോക്കിയത് അതിൻ്റെ ലിഡ് ഒരു ലാവൻഡർ കളറിലിരിക്കുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ലാവൻഡർ ഷെയ്ഡ് ഇല്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നമ്മുടെ കയ്യിലിരുന്ന റെഡ് കളറും നേവി ബ്ലൂ കളറും പിന്നെ ഒരല്പം വൈറ്റും കൂടെ ചേർത്ത് അങ്ങോട്ട് മിക്സിങ് തുടങ്ങി. ആദ്യമൊക്കെ മിക്സ് ചെയ്യുമ്പോഴേ നമുക്ക് ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ ഇരിക്കും. പക്ഷെ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റ്സ് നിർത്താതെ മിക്സിങ് ചെയ്തോ നിങ്ങൾക്ക് ഒരു അടിപൊളി ലാവൻഡർ അല്ലെ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് കിട്ടും കേട്ടോ. അങ്ങനെ കുറേ നേരം മിക്സ് ചെയ്ത് അവസാനം നമ്മുടെ പെയിൻ്റ് ഇതായത് ഏകദേശം ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു ഷെയ്ഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ് പോലെ നമുക്ക് കിട്ടി കേട്ടോ. അങ്ങനെ പെയിൻ്റൊക്കെ ഇവിടെ റെഡിയായ സ്ഥിതിക്ക് നമുക്കിനി കുപ്പിയിലേക്ക് ഒരു ഫ്ലവർ വരച്ച് കൊടുത്താലോ. ഈസിയാണേ. കുറച്ച് ചെറിയ ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് എല്ലാ ബ്രഷൊക്കെ പഴകിപ്പോയെന്നേ, പക്ഷെ ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാവേ. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും കുഞ്ഞൻ ബ്രഷിനെ എടുത്ത് പെയിൻറ്റിൽ മുക്കി ഒരു 3-4 പെറ്റൽസ് ഇങ്ങനെ അടുപ്പിച്ച് വരച്ച് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ വരച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു 5 പെറ്റൽസ് വരച്ച് കൊടുക്കണം അടുപ്പിച്ച്. പിന്നെ ആദ്യം വരച്ച ഫ്ലവർ അങ്ങോട്ട് ഫ്ലോപ്പായിപ്പോയി. അതാണ് അവിടെ ഒരു എന്താ പറയുക, തൂത്ത പോലെ ഒരു പാട് കാണാൻ പറ്റുന്നത്. കാര്യമൊക്കെ ഉണ്ടാ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് നമ്മൾ. ഫൈനൽ റിസൾട്ട് കൊള്ളാവോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതിയേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നമ്മുടെ കുപ്പിക്കുട്ടനെ ഇങ്ങനെ നമ്മൾ മനോഹരമാക്കിയെടുത്ത് ഒരു ലാവൻഡർ ഷെയ്ഡ് ചെമ്പരത്തിപ്പൂ പോലെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കാതെടുത്ത് എൻ്റെ തലയിൽ വെച്ചോളാൻ. എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണേ. Please subscribe my channel. Thank you for watching. Bye.